കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം ലഭിക്കാൻ ഗുരുവായൂർ ഭജനമിരിക്കാം. ഒരു ദിവസം ഭജനമിരിക്കാൻ അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഇന്ന് നോക്കിയാലോ? ഭഗവാന്റെ കാരുണ്യം ലഭിക്കാൻ ഏതൊരാപത്തിലും നമ്മളെ ഭഗവാൻ സഹായിക്കും. ആ കൃപാകടാക്ഷം ലഭിക്കാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അനുഭവിക്കുന്ന മാനസിക പീഡനത്തിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾക്ക് മുക്തി ലഭിക്കാൻ, ഭഗവാന്റെ കാരുണ്യം ലഭിക്കാൻ ഒരു ദിവസം എങ്കിലും ഗുരുവായൂരിൽ ഭജന ഇരിക്കാൻ സാധിച്ചാൽ അത്രയും പുണ്യം വേറൊന്നുമില്ല കേട്ടോ. ആ ഭഗവാന്റെ കാരുണ്യം ലഭിക്കാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും അസുഖത്തിൽപ്പെട്ട് വല്ലാതെ ഉഴലുന്ന ഭക്തരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ഭഗവാന്റെ മുന്നിൽ ഒരു ദിവസം നന്നായി പ്രാർത്ഥിച്ചു ഭജന ഇരിക്കൂ. ഒരു ദിവസം എന്നില്ല, 3, 5, 7 അങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാട്ടോ. ആ കാരുണ്യം ലഭിക്കാൻ കഴിഞ്ഞാൽ അത്രയും പുണ്യം വേറൊന്നുമില്ലല്ലോ. എന്ത് അസുഖം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിത്തരും ഭഗവാൻ, അത് ഉറപ്പാണ്. ഇനി ഗുരുവായൂരിൽ എങ്ങനെയാണ് ഭജന ഇരിക്കേണ്ടത് അറിയണ്ടേ? ഭജന ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തരും ഇതറിഞ്ഞിരിക്കണം. ഭഗവാൻ ഉണർന്നു കഴിയുമ്പോൾ മുതൽ ഉറങ്ങുന്ന സമയം വരെ, അതായത് നട അടയ്ക്കുന്നത് വരെയാണ് ഭജന ഇരിക്കേണ്ടത്. നിറഞ്ഞ ഭക്തിയോടുകൂടി വെളുപ്പിന് നിർമാല്യത്തിന് മുമ്പായി കുളത്തിൽ കുളി കഴിഞ്ഞ് നിർമാല്യം, വാകച്ചാർത്ത്, ഉഷപൂജ എന്നീ പൂജകൾ യഥാസമയം ദർശിച്ച് നാലമ്പലത്തിൽ ഭഗവാന്റെ തൃപ്പാദം സങ്കല്പിച്ച് ഒരിടത്തിരുന്ന് ഭജന ആരംഭിക്കുക. ഭജനത്തിന് വേണ്ടി നമ്മൾ നാമപുസ്തകങ്ങളൊക്കെ കരുതണം. ഓരോ സമയത്തുമുള്ള പൂജകൾക്ക് വേണ്ടി മൈക്കിൽ വിളിച്ച് അറിയിക്കുന്നതാണ്. ആ നിമിഷം നമ്മൾ പൂജകൾ ദർശിച്ച് പ്രാർത്ഥിക്കുക. വെളുപ്പിനെ നിർമാല്യം മുതൽ രാത്രി നട അടയ്ക്കുന്നത് വരെയുള്ള പൂജകൾ യഥാസമയം ദർശിച്ച് പ്രാർത്ഥിക്കണം. പരിമിതികൾ ഉള്ളതിനാൽ ഓരോ പൂജകളോ നമുക്ക് കൊടിമരത്തിനു മുന്നിൽ നിന്നും ദർശിക്കാം. പിന്നീട് പഴയ സ്ഥലത്ത് പോയിരുന്ന് വീണ്ടും ഭജനം തുടരുക. ഭജനം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നവരെയും യാതൊരു കാരണവശാലും പുറത്തു നിന്നുള്ള ആഹാരം നമ്മൾ കഴിക്കരുത്. പകരം ഭഗവാന്റെ അന്നദാനം കഴിക്കാം. കഴിവതും ആഹാരം ഒഴിവാക്കിയുള്ള ഭജനം കൂടുതൽ ഉത്തമം. കുളത്തിൽ കുളിക്കാൻ കഴിയാത്ത സ്ത്രീകൾ മുറിയിൽ കുളി കഴിഞ്ഞ് ഭഗവാന്റെ തീർത്ഥക്കുളത്തിൽ അവിടെ പോയിട്ട് ജലത്തിലെ ദേഹശുദ്ധി വരുത്തണം. എന്നിട്ട് വേണം ഭജന ഇരിക്കാൻ. ഓരോ സമയത്തുമുള്ള ശീവേലികൾ നമ്മൾ ഭഗവാനെ അനുഗമിച്ച് നാമജപത്തോടു കൂടി ചുറ്റും പ്രദക്ഷിണം വയ്ക്കണം. ദീപാരാധനയ്ക്കു മുമ്പായി ക്ഷേത്രത്തിനു ചുറ്റും കൊടിമരത്തിൻ്റെ ഇടത്തുഭാഗത്തുമുള്ള ആൽവിളക്കിലും ദീപം തെളിയിക്കാൻ പങ്കുചേരണം. ഗുരുവായൂരപ്പന് ദീപം തെളിയിച്ചാൽ നമ്മുടെ മനസ്സിലെ ഇരുട്ട് അകലുന്നതാണ്. അതിനായി ഒരു തിരിയെങ്കിലും തെളിയിക്കണം. തുടർന്നുള്ള പൂജകൾ ദർശിക്കണം. അയ്യപ്പ നടയിലെ പൂജ, ഭഗവതിയുടെ അഴൽ പൂജ, തൃപ്പുക എന്നീ പൂജകളൊക്കെ നമ്മൾ ദർശിച്ച് പ്രാർത്ഥിക്കുക.
അവസാന ശീവേലി കഴിഞ്ഞ് ആനപ്പുറത്തു നിന്നും ഭഗവാന്റെ തിടമ്പ് ഇറക്കി കഴിയുമ്പോൾ ശ്രീകോവിൽ ഭഗവാന് നിവേദിച്ച നെയ്യ് മേൽശാന്തി കൊടിമരത്തിൻ്റെ അടുത്ത് എത്തിക്കുന്നതാണ്. അത് വാങ്ങിക്കഴിച്ചു വേണം ഭജനം അവസാനിപ്പിക്കാൻ. അപ്പോഴേക്കും തിരുനട അടയ്ക്കുന്ന സമയം ആവും. ആ സമയം നമുക്ക് യാതൊരുവിധ ക്ഷീണമോ മറ്റോ ഒന്നും തോന്നാറില്ല. നല്ല ഒരു പ്രത്യേക തരം ഉണർവും സന്തോഷവും സമാധാനവും ധൈര്യവും നമുക്ക് അനുഭവപ്പെടുന്നു. അതിനർത്ഥം പറയേണ്ടതില്ലല്ലോ, ഭഗവാൻ നമ്മുടെ ഭജനം സ്വീകരിച്ചു കഴിഞ്ഞു. ഭജനം കഴിഞ്ഞ് പുറത്തു പോയതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും നമുക്ക് ആഹാരം കഴിക്കാവുന്നതാണ്. ഭഗവാൻ ഉണർന്നു കഴിയുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയാണ് ഭജനം ഇരിക്കേണ്ടത്. ഇങ്ങനെയാണ് ഒരു യഥാർത്ഥ ദിവസത്തെ ഭജനം. അതായത് ആരെങ്കിലും വല്ലാണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ ഭഗവാനെ മുറുക്കെ പിടിച്ചോളൂ കേട്ടോ. എന്തായാലും ഭഗവാൻ രക്ഷപ്പെടുത്തും, നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഹരേ കൃഷ്ണ.